ഗെയിമിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. ഗെയിം കളിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. എന്നിരുന്നാലും ഗെയിം ഡെവലപ്മെന്റ് എന്നൊരു ഇൻഡസ്ട്രിയെ പറ്റി കേട്ടവർ വളരെ കുറവാണ്. സോ ഇന്നത്തെ യൂത്തിലേക്ക് ഗെയിം ഇൻഡസ്ട്രി, ഗെയിം ഡെവലപ്മെന്റ്, അതിൻ്റെ സ്കോപ്പ്, അങ്ങനെയുള്ള റിലേറ്റഡ് കാര്യങ്ങൾ അവരിലേക്ക് എത്തിച്ചേർക്കാൻ വേണ്ടി എമർജീവ് ആയിട്ട് തുടങ്ങിയൊരു ഇനീഷ്യേറ്റീവാണ് പ്രൊജക്ട് യുകോഡ്. സോ ആസ് പ്രോമിസ്ഡ് ഇൻ ദ ലാസ്റ്റ് വീഡിയോ, ഈ വീഡിയോയിൽ നമ്മൾ യൂണിറ്റി ഇൻസ്റ്റാളേഷൻ ആയിരിക്കും നോക്കാൻ പോകുന്നത്. സോ ബിഫോർ വി ഗെറ്റ് ഇൻ ടു ദാറ്റ്, എല്ലാവരും പറയുന്ന പോലെ യൂണിറ്റ് റൺ ചെയ്യാൻ ഭയങ്കര ഹൈ എൻഡ് സ്പെക്സ് ഒന്നും വേണ്ട. ഫോർ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാനെങ്കിലും ഇത്രയും ഹൈ എൻഡ് സ്പെക്കുകളൊന്നും വേണ്ട. യു ജസ്റ്റ് നീഡ് ടു ഹാവ് എ മിനിമം റിക്വയർമെന്റ്. അത്യാവശ്യം യു ഷുഡ് ഹാവ് എൻ i5 പ്രോസസർ, മേ ബി 8th or 9th gen above, പിന്നെ ഒരു 4GB RAM ആൻഡ് ആൻ ഓൺബോർഡ് ഗ്രാഫിക്സ് ഇസ് ഇനഫ്. ഇത് വെച്ച് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ അഡ്വാൻസ് ലെവലിലേക്ക് പോകുമ്പോൾ യു മൈറ്റ് നീഡ് അഡ്വാൻസ് സിസ്റ്റം. ഓക്കെ, സോ ഇതാണ് ബേസിക് ഒരു സ്പെക് റേഞ്ച്. നൗ ലെറ്റ്സ് ഗോ ടു യൂണിറ്റി ഇൻസ്റ്റാളേഷൻ. ഓക്കെ, സോ യൂണിറ്റി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഐ വിൽ പ്രൊവൈഡ് യു കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് പ്രോസസ് ഇസ് ഗോയിങ് ടു ബി വെരി ഈസി ഫോർ യു. ക്രോം എടുക്കുക, ക്രോമിൽ ജസ്റ്റ് സെർച്ച് യൂണിറ്റി ഹബ്. യൂണിറ്റി ഹബ് എന്ന് സെർച്ച് ചെയ്യുക. ആദ്യം കാണുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക ആൻഡ് ക്ലിക്ക് ഡൗൺലോഡ്. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ യൂണിറ്റി ഹബ് സെറ്റപ്പ് മുകളിൽ ഡൗൺലോഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇൻ കേസ് അത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡൗൺലോഡ് ദ യൂണിറ്റി ഹബ് എന്ന് പറഞ്ഞിട്ടൊരു 3 ഓപ്ഷൻ കാണിക്കും. ഡൗൺലോഡ് ഫോർ വിൻഡോസ്, ഡൗൺലോഡ് ഫോർ മാക്, ഇൻസ്ട്രക്ഷൻസ് ഫോർ ലിനക്സ്. ഇത് 3 അവിടെ ഉണ്ടാവും. മോസ്റ്റ്ലി നമ്മൾ എല്ലാവരും വിൻഡോസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഐ വിൽ ബി ഗോയിങ് വിത്ത് ഡൗൺലോഡ് ഫോർ വിൻഡോസ് നൗ. ഇനി നിങ്ങൾക്ക് മാക്കിൽ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്ലീസ് റെഫർ അനദർ വീഡിയോ വിച്ച് വുഡ് ബി സ്പെഷ്യലൈസ് ഫോർ മാക്. അതിനുശേഷം ഡൗൺലോഡ് ആയ ഫയൽ പ്ലീസ് ഡബിൾ ക്ലിക്ക് ആൻഡ് ഓപ്പൺ ഇറ്റ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ യൂണിറ്റി ഹബ്ബ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്പൺ ആവും. ക്ലിക്ക് ഐ അഗ്രി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഫോൾഡറിലാണോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ബ്രൗസ് ചെയ്ത് ആ ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കും ആൻഡ് ദെൻ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. സോ ഇൻസ്റ്റാളേഷൻ ഇറ്റ് വിൽ ടേക്ക് കുറച്ചൊരു സമയം എടുക്കും. ക്ലിക്ക് ഫിനിഷ് ആൻഡ് ഫിനിഷ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി യൂണിറ്റി ഹബ്ബ് റൺ ആവും. ഇഫ് നോട്ട്, നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ യൂണിറ്റി ഹബിന്റെ ഐക്കൺ വന്നിട്ടുണ്ടാവും. അത് ഡബിൾ ക്ലിക്ക് ചെയ്താലും യൂണിറ്റി ഹബ്ബ് റൺ ചെയ്യുക. റൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും കാണിക്കുക. ഇതിനകത്ത് യുൽ ഹാവ് 2 ഓപ്ഷൻസ്. സൈൻ ഇൻ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ മോസ്റ്റ് ഓഫ് യു നിങ്ങൾ ആരും യൂണിറ്റി ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ബട്ട് ചെയ്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് യൂണിറ്റി ID ഓൾറെഡി ഉണ്ടാവും. അത് വെച്ച് സൈൻ ഇൻ ചെയ്യുക. അല്ലാത്തവർ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങളെ യൂണിറ്റിയുടെ സൈറ്റിലേക്ക് കൊണ്ടുപോകും. അവിടെ നിങ്ങൾക്ക് ID ക്രിയേറ്റ് ചെയ്യാൻ 2 വഴികളുണ്ട്. ഏതർ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇമെയിൽ, പാസ്വേഡ്, യൂസർ നെയിം, പിന്നെ നിങ്ങളുടെ ഫുൾ നെയിം ഇത് ഫില്ല് ചെയ്ത് മാനുവൽ ആയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ നോക്കി അറിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വെച്ചിട്ടും നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി എനിക്ക് Gmail അക്കൗണ്ട് ഉണ്ട്. സോ അത് വെച്ചിട്ടായിരിക്കും ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകും. സോ ക്ലിക്ക് ഗൂഗിളിന്റെ ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക ആൻഡ് ക്ലിക്ക് ദ മെയിൽ ID. ആ മെയിൽ ID വെച്ചിട്ട് ഞാനിപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഓട്ടോമാറ്റിക്കലി ക്രിയേഷന് ശേഷം ഇത് നിങ്ങളെ യൂണിറ്റിയിലേക്ക് സൈൻ ഇൻ ചെയ്യും. യൂണിറ്റിയുടെ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യും. യൂണിറ്റിയുടെ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് വീണ്ടും യൂണിറ്റി ഹബ്ബ് ലോഡ് ചെയ്യുക, സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി അത് യൂണിറ്റി ഹബ്ബിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് സൈൻ ഇൻ ചെയ്യും. അതിനുശേഷം ഡയറക്റ്റ് ഒരു പോപ്പപ്പ് കാണിക്കും, യൂണിറ്റി എഡിറ്റർ ഇൻസ്റ്റാൾ ചെയ്യണമോ എന്ന് ചോദിച്ചു. ഇഫ് യു ആർ ഫോളോയിങ് മീ, ഐ വുഡ് സജസ്റ്റ് യു ഈ ഇൻസ്റ്റാളേഷൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്യരുത്. അതിന് റീസൺ ഞാൻ പറഞ്ഞു തരാം. മോസ്റ്റ്ലി ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാൾ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അത് നമ്മൾ പ്രൊജക്ട്സ് ചെയ്യുമ്പോൾ നമ്മളെ ഒരുപാട് ബാധിക്കും. സോ അതിലും ഭേദം അത് സ്കിപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇവിടെ സൈഡിൽ ഇൻസ്റ്റാൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ഇൻസ്റ്റാൾ എഡിറ്റർ ക്ലിക്ക് ചെയ്യുക ആൻഡ് ദെൻ ഇൻസ്റ്റാൾ എഡിറ്റർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മോസ്റ്റ് റെക്കമെൻഡഡ് വേർഷൻ കാണിക്കും. അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ടാവും. പ്രിവ്യൂ വേർഷൻസ് ഉണ്ടാവും, LTS ഉണ്ടാവും. ഓൾവേസ് LTS മാത്രം പ്രിഫർ ചെയ്യുക. LTS മീൻസ് ലോങ് ടേം സപ്പോർട്ട്. സോ LTSൽ നിങ്ങൾക്കുള്ള റെക്കമെൻഡഡ് വേർഷൻ ഏതാണോ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ലിസ്റ്റ് ഓഫ് മൊഡ്യൂൾസ് കാണിക്കും, അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ടുള്ള മൊഡ്യൂൾസ്. ആ മൊഡ്യൂൾസ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ കമ്മ്യൂണിറ്റി ഉറപ്പായിട്ടും നിങ്ങൾ കൊടുത്തിരിക്കണം. അതിൻ്റെ ഒപ്പം നിങ്ങൾ WebGL സപ്പോർട്ടും കൂടെ കൊടുക്കുക. തൽക്കാലത്തിന് അത് മതി. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് WebGL സപ്പോർട്ട് ധാരാളം മതി. സോ WebGL സപ്പോർട്ടും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ആൻഡ് ക്ലിക്ക് കണ്ടിന്യൂ. ദെൻ ഐ ഹാവ് റെഡ് ആൻഡ് അഗ്രി വിത്ത് ദി അബൌട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓക്കെ അടിക്കുക ആൻഡ് ക്ലിക്ക്
ഇൻസ്റ്റാൾ. ഇൻ ദ മീൻ ടൈം നമുക്ക് യൂണിറ്റിയെ കുറിച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, എന്തുകൊണ്ട് നിങ്ങൾ യൂണിറ്റി പ്രിഫർ ചെയ്യണം? അല്ലെങ്കിൽ വേറെ ഒരുപാട് ഗെയിം എൻജിൻസ് ഉണ്ട്. ഗോഡോട്ട് ഉണ്ട്, അൺറിയൽ ഉണ്ട്, യൂണിറ്റി ഉണ്ട്, അതുപോലെ ഇന്നും പലരും കേൾക്കാത്ത ഒരുപാട് ഗെയിം എൻജിൻസ് ഉണ്ട്. യൂണിറ്റി പ്രിഫർ ചെയ്യേണ്ടതിന് ഒരു 2-3 കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തിങ് ഇസ് യൂണിറ്റി ചെറിയ സ്റ്റുഡിയോസും വലിയ സ്റ്റുഡിയോസും ഒരുപോലെ യൂസ് ചെയ്യുന്ന സാധനമാണ്. അതായത് ഈവൻ ഇൻഡി ഡെവലപ്പേഴ്സ് പോലും ഏറ്റവും കൂടുതൽ യൂണിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സേ നിങ്ങൾ ഗെയിം എൻജിൻ പഠിച്ചു, ഒരു ഗെയിം എൻജിൻ വെച്ച് നിങ്ങൾ ഗെയിം ഉണ്ടാക്കാൻ പഠിച്ചു എന്ന് തന്നെ വിചാരിക്കുക. ജോലി കിട്ടുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പം യൂണിറ്റി പോലെ ഒരു ഗെയിം എൻജിനാണ് പഠിക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്മോൾ സ്റ്റുഡിയോസ് ആൻഡ് ബിഗ് സ്റ്റുഡിയോസ് ഒരുപോലെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു സ്റ്റുഡിയോയിൽ കയറി പറ്റാൻ വളരെ എളുപ്പമാണ്. ദ സാലറി ഈസ് ഗോയിങ് ടു ബി ദ സെയിം. വലിയ സ്റ്റുഡിയോ ആണെങ്കിലും ചെറിയ സ്റ്റുഡിയോ ആണെങ്കിലും എൻട്രി ലെവൽ സാലറി സെയിം ആയിരിക്കും. പക്ഷേ യൂണിറ്റി പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പം കയറി പറ്റാൻ പറ്റും. കാരണം എന്താണ്? സ്മോൾ സ്റ്റുഡിയോസും യൂണിറ്റി ഉപയോഗിക്കുന്നതാണ്. രണ്ടാമത്തേത്, യൂണിറ്റി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 2 എക്സ്ട്രീമിലുള്ള ഗെയിംസും ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന ചെറിയ ഗെയിംസിന്റെ ആഡ് ഉണ്ടല്ലോ, അതുപോലൊരു കുഞ്ഞു ഗെയിമും യൂണിറ്റിയിൽ തന്നെയാണ് ചെയ്തത്. അസാസിൻസ് ക്രീഡ് പോലെ വളരെ വലിയൊരു ഗെയിമും യൂണിറ്റി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഗെയിമിങ്ങിന്റെ 2 എക്സ്ട്രീംസ് ആണ്. അതും നമുക്ക് യൂണിറ്റിയിൽ തന്നെ ചെയ്യാൻ പറ്റും. സോ യൂണിറ്റി. തേർഡ് തിങ് ഈസ് ഒരുപാട് പേര് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ യൂണിറ്റിയിൽ ഡെവലപ്മെന്റ് സപ്പോർട്ട് ഒത്തിരി ഉണ്ട്. കാരണം എന്തുവാണ്? ഇത്രയും പേര് ഉപയോഗിക്കുന്ന കാരണം തന്നെ ഇതിന്റെ ഫോറംസും ഇതിന് വേണ്ട ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യുന്നതിനായിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ യൂണിറ്റിയുടെ ഫോറം അവിടെ കയറി നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആംപിൾ എമൗണ്ട് ഓഫ് സപ്പോർട്ട്. വേറെ ഒരു ഗെയിം എൻജിനും ഇത്രയും യൂസേഴ്സ് യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇത്ര ഒരു വൈഡ് യൂസർ ബേസ് ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ യൂണിറ്റിയിൽ സപ്പോർട്ട് കൂടുതലാണ്. ആൻഡ് ഫോർത്ത് തിങ് ഇസ് യൂണിറ്റി കീപ് ഗിവിങ് അപ്ഡേറ്റ്സ്. യൂണിറ്റി എപ്പോഴും അപ്ഡേറ്റ്സ് പുഷ് ചെയ്തുകൊണ്ടിരിക്കും. അവർ യൂസർ ഫീഡ്ബാക്ക് എടുത്തിട്ട് അതിന് വേണ്ട അപ്ഡേറ്റ്സ് അവർ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും. സോ ദാറ്റ് മേക്സ് ഇറ്റ് യൂസർ ഫ്രണ്ട്ലി ആസ് വെൽ. സോ ഈ 4 കാരണങ്ങൾ കൊണ്ട് തന്നെ ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് എവ്രി വൺ ടു ട്രൈ ഔട്ട് യൂണിറ്റി ഇഫ് യു ആർ ഗെറ്റിംഗ് ഇൻ ടു ഗെയിം ഡെവലപ്മെന്റ്. ആൻഡ് അഗൈൻ, നിങ്ങളുടെ ലാപ്പിന് ഹൈ സ്പെക് ഇല്ല എന്നുള്ള കാരണം കൊണ്ട് ഇത് ഒരിക്കലും ട്രൈ ചെയ്യാണ്ടിരിക്കരുത്. ഹൂ നോസ്, ഒരു നോർമൽ മീഡിയം സ്പെക്കുള്ള ലാപ്പിൽ പോലും യൂണിറ്റി ഇൻസ്റ്റാൾ ആവും. കാരണം നിങ്ങൾ ആദ്യമേ വലിയ ഹൈ എൻഡ് ഗെയിംസുകളൊന്നും ആയിരിക്കില്ല നോക്കാൻ പോകുന്നത്, ചെറിയ ചെറിയ പ്രൊജക്ട്സ് ആയിരിക്കും നോക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ട സ്പെക്ക് ഒരു നോർമൽ ലാപ്പിൽ ഉണ്ടാവും. ഓക്കെ, സോ നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഐ എം ഗോയിങ് ടു ക്ലിക്ക് യെസ്. ഡൗൺലോഡിങ് കഴിഞ്ഞു. എഡിറ്റർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ് വിൽ പോപ്പ് അപ്പ് ലൈക്ക് ദിസ്. ഒരു യൂണിറ്റിയുടെ സിമ്പിൾ കാണിച്ചിട്ട് വെരിഫൈങ് ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞ് കാണിക്കും. ഇറ്റ് ഈസ് അറ്റ് അറൌണ്ട് 98% നൗ ആൻഡ് ഇറ്റ് ഈസ് ബീങ് ഇൻസ്റ്റാൾഡ്. ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമ്മൾ നേരത്തെ 2 മൊഡ്യൂൾസ് സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നു. ഒരെണ്ണം വിഷ്വൽ സ്റ്റുഡിയോയും രണ്ടാമത്തേത് WebGL സപ്പോർട്ടുമാണ്. വിഷ്വൽ സ്റ്റുഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത സമയത്ത് ഇത് ഈ വിഷ്വൽ സ്റ്റുഡിയോ മൊഡ്യൂൾ ടിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് ഇത് മാനുവലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അങ്ങനെ മാനുവലായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ കോഡിന്റെ എഡിറ്റർ നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ ആയിട്ട് മാനുവലി സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് ഭയങ്കര വലിയ ടാസ്ക്കാണ്. അതേസമയം ഇതിൻ്റെ ഒപ്പം തന്നെ ഇതങ്ങ് ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ ബൈ ഡിഫോൾട്ട് നിങ്ങളുടെ കോഡ് എഡിറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ വിഷ്വൽ സ്റ്റുഡിയോ തന്നെ ആയിരിക്കും. സോ അതുകൊണ്ടാണ് നോർമലി ആദ്യം കാണിക്കുന്ന ഒരു ഇൻസ്റ്റാൾ പോപ്പപ്പ് ഞാൻ സ്കിപ്പ് ചെയ്തായിരുന്നു. അത് സ്കിപ്പ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് മൊഡ്യൂൾസ് ആഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തത് അതുകൊണ്ടാണ്. സോ മേക്ക് ഷുവർ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക. സോ ഇപ്പോൾ നമ്മൾ യൂണിറ്റി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഇതിൽ നമ്മൾ 3 മൊഡ്യൂൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂണിറ്റിയുടെ എഡിറ്റർ, അതിൻ്റെ കൂടെ വിഷ്വൽ സ്റ്റുഡിയോ, അതിൻ്റെ കൂടെ WebGL ബിൽഡ്. ഇപ്പോൾ യൂണിറ്റിയുടെ എഡിറ്ററും WebGL ബിൽഡും ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ആദ്യം ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും, വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാളറിന്. സോ അത് നിങ്ങൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിഷ്വൽ സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഇൻസ്റ്റാൾ ആയിക്കോളും. ഓക്കെ, ഇപ്പോൾ നമ്മൾക്ക് സ്ക്രീനിൽ കാണാവുന്ന പോലെ ഇപ്പോൾ ഡൗൺലോഡിങ് ഓപ്ഷൻ കഴിഞ്ഞു. ഇനി ഇൻസ്റ്റാളിങ് ഓപ്ഷനാണ് പെൻഡിങ് ആയിട്ടുള്ളത്. ഇൻസ്റ്റാളിങ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഗിവ് ഇറ്റ് 2 minutes ടൈം. അതിനുശേഷം ഇൻസ്റ്റാൾ റെഡി ആക്കിയിട്ട് വിൽ സ്റ്റാർട്ട് വിത്ത് ദ പ്രൊസീജിയർ. വിഷ്വൽ സ്റ്റുഡിയോ കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂണിറ്റി പാക്കേജ് കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ആവും. സോ ഇപ്പോൾ കാണാം, വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഇതിൽ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോയിൽ വേണ്ട ഏതൊക്കെ കമ്പോണൻസ് ആണ് വേണ്ടത് എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. അധികം കമ്പോണൻസ് ഒന്നും ആഡ് ചെയ്യേണ്ട. നിങ്ങൾ ജസ്റ്റ് ഇത് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഗെയിമിങ്ങിനകത്ത് 2 എണ്ണം കിടപ്പുണ്ട്. ഗെയിം ഡെവലപ്മെന്റ് വിത്ത് യൂണിറ്റി, ഗെയിം ഡെവലപ്മെന്റ് വിത്ത് C++. അതിൽ ഗെയിം ഡെവലപ്മെന്റ് വിത്ത് യൂണിറ്റി മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇവിടെ
ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ കിടന്നോട്ടെ. ആൻഡ് നൗ ഇനി ബാക്കി എന്ത് വേണമോ അത് തന്നെത്താൻ ഡൗൺലോഡ് ചെയ്ത് ഇറ്റ് വിൽ സ്റ്റാർട്ട് ദി ഇൻസ്റ്റാളേഷൻ പ്രോസസ്. ആസ് യു ക്യാൻ സീ നമ്മളുടെ ഇവിടെ അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ഗോയിങ് വെരി ഫാസ്റ്റ്. ഇറ്റ് വിൽ ടേക്ക് ഹാർഡ്ലി 5 to 10 minutes. ഇനി ചില സമയത്ത് ഈ യൂണിറ്റി എഡിറ്ററിന്റെ ഇൻസ്റ്റാളറിന്റെ സമയത്ത് നമുക്കത് ചിലപ്പോൾ സ്റ്റക്കായ പോലെയൊക്കെ തോന്നാം. പക്ഷെ ഇറ്റ് ഇസ് നോട്ട്. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സിസ്റ്റത്തിന്റെ എന്താ പറയുക, അതിന്റെ കപ്പാസിറ്റി അനുസരിച്ച് ടൈം ചിലപ്പോൾ കൂടുതലെടുക്കാം, കുറവെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സോ ആസ് യു ക്യാൻ സീ ഹിയർ, ഇപ്പം വിഷ്വൽ സ്റ്റുഡിയോയിൽ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത പാക്കേജസ് ഒക്കെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ആൻഡ് നൗ ഇറ്റ് ഇസ് ഇൻസ്റ്റാളിംഗ് ദീസ് പാക്കേജസ്. ഇപ്പോൾ ആ പാക്കേജസ് എല്ലാം ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആസ് യു ക്യാൻ സീ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോയുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ ഡൺ ഇൻസ്റ്റാളിംഗ് എന്ന് കാണിച്ചിട്ടുണ്ട്. ക്ലിക്ക് ഓക്കെ ആൻഡ് ക്ലോസ് ദിസ്. സോ ഇപ്പം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും യൂണിറ്റിയുടെ താഴെ നമ്മൾ കൊടുത്തിരുന്ന 3 പാക്കേജസും സക്സസ്ഫുൾ ആയിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ ഇനി യൂണിറ്റി ഹബ്ബ് നമുക്ക് ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് എങ്ങനെ ഒരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യാം എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു പ്രോജക്ട്സ്. യൂണിറ്റി ഹബ്ബ് ഓപ്പൺ ചെയ്യുക, പ്രോജക്ട്സ് എടുക്കുക, ന്യൂ പ്രോജക്റ്റ് എന്ന ബട്ടൺ ആഡ് ചെയ്യുക. ഇതിനകത്ത് ഒരുപാട് ടെംപ്ലേറ്റുകൾ ഉണ്ടാവും. ഓൾവേസ് ഗോ ഫോർ എ 3D ടെംപ്ലേറ്റ്. ലേണിങ്ങിന് വേണ്ടിയിട്ട് 3D ടെംപ്ലേറ്റ് ആണ് നല്ലത്. സോ ഓൾവേസ് ഗോ ഫോർ എ 3D ടെംപ്ലേറ്റ്. അത് ഇവിടെ ടെംപ്ലേറ്റ്സിന്റെ ഓപ്ഷനകത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. കോർ ഉണ്ട്, സാമ്പിൾ ഉണ്ട്, ലേണിംഗ് ഉണ്ട്. ജസ്റ്റ് ഗോ ക്ലിക്ക് കോർ. കോറിനകത്ത് ബിൽഡ് ഇൻ റെൻഡർ പൈപ്പ്ലൈൻ കോർ എന്ന് പറഞ്ഞിട്ട് ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. ഇവിടെ റൈറ്റ് സൈഡിൽ താഴെ യോർ പ്രൊജക്റ്റിന്റെ പേര് കൊടുക്കുക ആൻഡ് ക്ലിക്ക് ക്രിയേറ്റ് പ്രോജക്റ്റ്. ഇപ്പോൾ പ്രോജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ നമ്മളെ യൂണിറ്റി ഹബിൽ പ്രൊജക്ട് വിൻഡോയുടെ കീഴിലായിട്ട് ആ പ്രോജക്റ്റ് കാണിക്കുന്നുണ്ട്. ആൻഡ് നൗ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ബി ഏബിൾ ടു ലോഞ്ച് ദി പ്രോജക്റ്റ്. നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് യൂണിറ്റി സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. യൂണിറ്റി ഹബും യൂണിറ്റി എഡിറ്ററും അതിൻ്റെ ഒപ്പം വിഷ്വൽ സ്റ്റുഡിയോയും WebGL സപ്പോർട്ടും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് യൂണിറ്റി ഹബ്ബ് തുറക്കുമ്പോൾ മോസ്റ്റ്ലി ഒരു എക്സെപ്ഷൻ വരാം. ആ എക്സെപ്ഷൻ ആണ് അതിൻ്റെ ലൈസൻസ്. സോ യൂണിറ്റി പേഴ്സണൽ യൂസിന് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. സോ ഫ്രീ ഓഫ് കോസ്റ്റിനുള്ള ലൈസൻസ് എങ്ങനെ എടുക്കണം അല്ലെങ്കിൽ അത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണം എന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. സോ യൂണിറ്റി ഹബിൽ റൈറ്റിൽ ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ പ്രൊഫൈൽ കാണിച്ചതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സെറ്റിംഗ്സ് പാനൽ ഉണ്ട്, പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ട്. സോ പ്രിഫറൻസസിൽ പോവുക, ലൈസൻസസ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആഡ് ലൈസൻസ്. ഇതിനകത്ത് ഓൾറെഡി ലൈസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഏരിയ എംപ്റ്റി ആയിരിക്കും. അവിടെ ഒരു ആഡ് ഓപ്ഷൻ ഉണ്ട്. സോ ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഗെറ്റ് എ ഫ്രീ പേഴ്സണൽ ലൈസൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അഗ്രി ആൻഡ് ഗെറ്റ് പേഴ്സണൽ എഡിഷൻ ലൈസൻസ് ക്ലിക്ക് ചെയ്യുക. അത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും ലൈസൻസ് ആഡ് ആവും. സോ അതിനുശേഷം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂണിറ്റി യൂസ് ചെയ്യാവുന്നതാണ്. സോ ഫോർ പേഴ്സണൽ യൂസ് ഇറ്റ് ഈസ് ഓൾവേസ് ഫ്രീ ഓഫ് കോസ്റ്റ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂണിറ്റി പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. ഐ ഹോപ്പ് മൈ ഇൻസ്ട്രക്ഷൻസ് വെയർ ക്ലിയർ. വിത്ത് അനദർ വീഡിയോ വിൽ കം വിത്ത് യു സൂൺ in the series known as Project UCode so that you can code.